പറഞ്ഞു തരാൻ പറ്റും. അപ്പം അങ്ങനൊരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നത് ശരിയല്ല. എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. കാഴ്ചക്കാർക്ക് അത് തീർച്ചയായും വരാനിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ കരുതുന്നത് ഇതായിരിക്കാം. ഒരു സിനിമയുടെ വ്യത്യസ്തത, ഓരോ സിനിമയും ഉണ്ടാകുന്ന വ്യത്യസ്തത. തീർപ്പ് എന്ന സിനിമയിൽ മുരളി പറഞ്ഞ അത് ഒരു പക്ഷേ ജനങ്ങൾ അത്ര കണ്ടുവെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ആ പടത്തിലെടുത്ത അതിശക്തമായ ഒരു പ്രമേയമുണ്ട്. അത് കേരളത്തിലെ ഒരു നമ്മൾ കാണുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് കാണുന്നത്. എങ്ങനെയാണ് ഒരു ജനവിഭാഗത്തിനെ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ജനവിഭാഗത്തിനെ നമ്മൾ കാണുന്ന ഒരു ഭൂരിപക്ഷ സമുദായം ഒരുപക്ഷെ അവരൊരു കുഴിയിൽപ്പെടുത്തുന്നു എന്ന രീതിയിലാണ്. അതിൽ നിന്ന് എമ്പൂരാനിലേക്കുള്ള ദൂരമുണ്ട്. ആ ടീമുകൾ സെലക്ട് ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ നിന്ന് ആ ഒരു പ്രചോദനം എടുക്കുന്നു. ആ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ നമ്മുടെ വോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ തീംസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വോൺസ് ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് ആഘാതം ഏൽപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തീർപ്പൊരു രൂപകം, ഒരു അലഗറി എന്നുള്ള നിലയിലാണ് തീർപ്പിനെ ഡിസൈൻ ചെയ്യുന്നത്. അതിനിപ്പോൾ സപ്പോസ് ടു ബി OTT റിലീസ്. പക്ഷെ അന്നത്തെ ഇപ്പോൾ കോവിഡൊക്കെ കാരണം അതൊരു OTT റിലീസായിട്ടായിരുന്നു അത് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ എഴുതിയൊരു സിനിമ എമ്പുരാൻ വരുമ്പോൾ അത് കുറച്ചുകൂടി മെയിൻ സ്ട്രീമായിട്ടൊരു പടമാണ്. ഇതിന് പ്രത്യേകിച്ച് ചോയ്സ്, ഒരു കോൺഷ്യസ് ചോയ്സ് എന്നുള്ള നിലയിലല്ല ഒരു കാര്യം ഞാൻ എഴുതിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന സമയത്ത് പേപ്പറിൽ പ്രത്യക്ഷമാവാൻ സമയമാകുമ്പോൾ അത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എമ്പുരാൻ നേരിട്ടതിൽ കൂടുതൽ വിമർശം ഒരു പക്ഷേ തീർപ്പ് നേരിടേണ്ടി വരുമായിരുന്നു. ഇടയിലും കരുതിയിട്ടുണ്ടോ തീർപ്പിൻ്റെ ഒരു ശക്തി? ഈ രണ്ടിൻ്റെ കോൺഫിഡൻറ്റ് വിമർശനം ഉണ്ടാകാവുന്ന കോൺടാക്റ്റാണ്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാൻ വഴിയില്ല. അല്ല, ഒരു മെയിൻ സ്ട്രീമിൽ തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ പക്ഷേ തിയേറ്റർ റിലീസ് ആയിരുന്നു. OTT-ലാണത് കൂടുതൽ ആ ഒരു കാലഘട്ടം വിമർശനങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ ഒരു സേഫ് സ്റ്റാൻസ് അല്ല ഒരു റൈറ്ററിൻ്റെ. ഒരിക്കലും അതൊരു